രാജു ഈ വിവരം അറിഞ്ഞിട്ടില്ല. അവന്റെ മനസ്സില് തീ കൊളുത്താൻ എന്താ ഒരു വഴി? ആ, അതാണ് കറക്റ്റ് വഴി. ആ വഴി എരികേറ്റാം. ഇതാരാണ് മേനക്കെടുത്ത പോലെ കോളുമായിരിക്കും. അംബിക മേഡാണല്ലോ. മേഡം, നീ എവിടെയാ ജയ? നമ്മളെയൊക്കെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ മേഡത്തിന് മനസ്സ് വിചാരിച്ചേ. അല്ല, ഇപ്പൊ എന്താ പരിപാടി? ഏതെങ്കിലും മന്ത്രിയുടെ പി ആണോ? എരുമ വിശ്വംബരം പിയായി വിളിച്ചതാ. ഞാൻ പോയൊന്നുമില്ല. അങ്ങേരൊരു മെടക്ക. മേഡം ഒന്ന് കാലുമാറി കേന്ദ്രമന്ത്രിയാകെ. ഞാൻ വരാം പി ആയിട്ട്. ഡൽഹി നമുക്ക് അമ്പലക്കുളമാക്കി മാറ്റാം. അതൊക്കെ വരട്ടെ ജയ. ഞാനിപ്പോ വിളിച്ചതേ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ. അപ്പൊ എനിക്ക് സന്തോഷിക്കൊന്നുമില്ലേ? നിനക്ക് സന്തോഷിക്കാൻ കാശ് പോരെ? അതിന് നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വാ. ഇപ്പൊ വിളിച്ചതേ നിന്റെ അളിയന്റെ കാര്യം പറയാനാ. അവിടെ എന്ത് ഉത്സവത്തിൽ നടന്നോ, ആർക്കൊക്കെ പൊരിഞ്ഞ അടിയിൽ പരിക്ക് പറ്റിയതൊക്കെ കേട്ടു. അതൊക്കെ നടക്കൂടാ. ലോക ചന്തകളല്ലേ നിന്റെ ഭാര്യ വീട്ടുകാര്. ആ സന്തോഷ വാർത്ത പറയും മേഡം. എടാ, രാജുവും ഋതികയും എന്നേക്കുമായി പിരിഞ്ഞു. ഋതിക സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി തരുകയും ചെയ്തു. ഇനി ഇവിടുന്നേ ഒരു മൊട്ടുസൂചി പോലും കിട്ടില്ലെന്ന് നീ അവനോട് പറഞ്ഞേക്ക്. അപ്പം ഞാൻ മനസ്സിൽ കണ്ടൊക്കെ ഗോപിയല്ലേ മേഡം? ഗോപിയല്ല, സോമനായി. വച്ചിട്ട് പോടാ. ദൈവമേ, സ്വപ്നം കണ്ട പലതും പട്ടി കൊണ്ടുപോവാണല്ലോ.